നിങ്ങളെല്ലാവരും ദിവ്യമായ തപസ് ചെയ്യണം. എന്താ ഈ തപസ്? ഇവിടെ ഭജനം ചെയ്യണം, ഈശ്വരൻ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. തപസ് ചെയ്യണം. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം തന്നെ ഒരു തപോനിഷ്ഠയിൽ അങ്ങോട്ട് പതിപ്പിച്ച് നിർത്തുക. ഞാൻ എപ്പോഴും തപസ്സിനെ പറ്റി പറയും. എന്താണ് തപസ്സെന്ന്? പതിവായി നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഏതെങ്കിലും ഇരുന്നാൽ അതൊരു തപസ്സാണ്. പതിവായി ചെയ്യാത്തത് വിശേഷവിധിയോടുകൂടി എന്തെങ്കിലും ചെയ്തു പോന്നാൽ അതും തപസ്സാണ്. സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക, ചൊല്ലുക, നാമസങ്കീർത്തനം നടത്തുക. ഇതൊന്നും നമുക്ക് സാധാരണ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളല്ല. നമുക്ക് കുറച്ച് അധ്വാനിച്ച് ഉറങ്ങിയാൽ നമ്മുടെ ദിനം അങ്ങോട്ട് നീങ്ങിക്കോളും. സൂര്യൻ ഉദിച്ച് അസ്തമിക്കും. അത് പോരാ എന്ന് വിചാരിച്ച് ചെറുപ്പം മുതൽക്ക് കുട്ടികളെ കുളിപ്പിച്ച് ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിപ്പിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ട് സുമുഖമായി മടങ്ങി വരിക. അതൊരു പതിവാണ്, അതൊരു തപസ്സായി. ആ തപസ്സിനെ കൂടുതൽ നിങ്ങൾക്ക് പ്രബലമാക്കാം. അവിടെ ചെല്ലുക, 3 തുടങ്ങിക്കോളൂ. 3 തവണ പ്രദക്ഷിണം വയ്ക്കുക. അത് 6 ആക്കുക, 9 ആക്കുക, 12 ആക്കുക, 15 ആക്കുക, 18 ആക്കുക, ഒരു 21 പ്രദക്ഷിണം. അത് കഴിഞ്ഞ് ഒരു നമസ്കാരം. കൈ കൂപ്പി നിന്ന് ഭഗവാനെയോ അല്ലെങ്കിൽ പ്രതിമയോ നോക്കിയിട്ട് മനസ്സിലുള്ളത് എന്തോ നിങ്ങളത് തുറന്ന് പറയുക. ഒരു ഉത്തമ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. അങ്ങനെ ഒരു 1/2-3/4 മണിക്കൂർ ക്ഷേത്രത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതൊരു തപസ്സായി. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ലേ? വേണ്ട, ഒരു മോർണിംഗ് വാക്ക് നടത്തിക്കോളൂ. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചോളൂ ഈശ്വരനെ പറ്റിയും ഭഗവാനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും ജീവിത മൂല്യങ്ങളെ പറ്റിയുമെല്ലാം. സംസാരിച്ചു പോകണ്ട ആരോടും, തന്നെ നടക്കുക. നടക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരു 40 മിനിറ്റോ 45 മിനിറ്റോ. അതൊരു തപസ്സാണ്. അല്ല, അവരവരുടെ വീട്ടിൽ തന്നെ മുറിയിൽ വാതിലും ജനലും അടച്ച് ചമ്രം പടിഞ്ഞ ഒരു ആസനത്തിലിരുന്ന് നമ്മുടെ ഉള്ളിനെ നിരീക്ഷിക്കുക. എന്താണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് കഴിഞ്ഞുകൂടുന്നത്? എന്താണത്? എവിടുന്നാണ് ഈ ചിന്തകൾ ഉദ്ഭവിക്കുന്നത്? ആരാണ് എന്താണ് ചിന്തകളാവുന്നത്? എവിടുന്നാണ് വിചാരം, റീസൺ, യുക്തി എവിടുന്നാണ് പുറപ്പെടുന്നത്? എന്താണ് ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത്? അങ്ങനെ ഒന്നുണ്ടോ? ഇത് പരിശോധിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് കണ്ണിനെ കൊണ്ട് കാണൽ ചെയ്യിച്ച്, ചെവിയെ കൊണ്ട് കേൾപ്പിച്ച്, നാവിനെ കൊണ്ട് രുചിപ്പിച്ച്, മൂക്കിനെ കൊണ്ട് മണപ്പിച്ച്, ത്വക്കിനെ കൊണ്ട് സ്പർശിപ്പിച്ച്, എങ്ങനെയാണിത് കഴിഞ്ഞുകൂടുന്നത്? ആ ഉൾപ്പൊരുൾ എന്താണ്? നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ചിന്തകളും വിചാരങ്ങളും ഒക്കെ വരുമ്പോൾ ഓർമ്മ മറവൊക്കെ നമ്മൾ അറിയണില്ലേ? അപ്പോൾ എന്തോ ഒന്നുണ്ട്. എന്താണ് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. ആ ആലോചിച്ചിരുന്നാലും അതും ഒരു തപസ്സായി. ആ തപസ് ചെയ്താൽ നമുക്ക് ഉൾശുദ്ധി ഉണ്ടാവും. ഈ തപസ്സിൻ്റെ ഉദ്ദേശം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തലല്ല, മനസ്സിനെ പുഷ്ടിപ്പെടുത്തലാണ്. അപ്പം മനസ്സിലുള്ള വൈകല്യങ്ങളും വികലതകളുമെല്ലാം പോയി, കുറയും പോയി, മനസ്സിന് സത്വഗുണം ശുദ്ധമായി, ശുദ്ധേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം, വേണ്ടത്ര ശുദ്ധി വന്നാൽ ബ്രഹ്മസൗഖ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.